വനത്തിനോട് ചേർന്ന മേഖലയാണല്ലോ. ഈ റോഡിനടുത്തുള്ള മേഖലകളുമൊക്കെ നേരത്തെ സ്പോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി പരിശോധനകൾ ഈ വനമേഖല കേന്ദ്രീകരിച്ചാണോ അതോ പുറത്തേക്കാണോ? മറ്റൊന്നുള്ളത്, ഈ അസ്ഥികൂടം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഇതിനോടകം ഈ മിസ്സിംഗ് പരാതികളൊക്കെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കണം. DNA പരിശോധന വേണമെങ്കിൽ അത് ആവശ്യമാണ്. അപ്പോൾ വളരെ വേഗത്തിലൊന്നും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരില്ല എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? നീണ്ടുപോകുമല്ലോ അന്വേഷണവും പരിശോധനയും ഒക്കെ. മുഹമ്മദ് റഹീസ്, ഉന്മേഷ അന്വേഷണവും പരിശോധനയും ഒക്കെ വളരെയധികം നീണ്ടുപോകും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ ഈ നിലവിൽ ഈ വനമേഖലയിൽ നിന്നും അസ്ഥികൂടം ഒന്നും ലഭിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വെളിപ്പെടുത്തൽ തന്നെ അപ്രസക്തമായി പോവുകയാണ്. മറിച്ച് ഇത് ഈ ഒരു കുടുംബത്തിനെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ ക്ഷേത്രത്തിനെതിരെയുള്ള ആരോപണം ആ തരത്തിൽ മാത്രം ചുറ്റിപ്പറ്റി പോകേണ്ട ഒരു കാര്യമായിരുന്നു ഇത്. പക്ഷേ നിലവിൽ അസ്ഥികൂടം ലഭിച്ച സാഹചര്യത്തിൽ അതിലൊരു കൃത്യമായ പരിശോധനയും പരിശോധനാ ഫലവും ആവശ്യമുണ്ട്. മാത്രമല്ല ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് വനമേഖലയിൽ നിന്ന് കയറി ഈ പുഴയുടെ ഒരു ഭാഗത്താണ്. ഈ പുഴയുടെ എതിർഭാഗത്ത് നിന്നാണ് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്നും കയറിയാൽ റോഡിലേക്ക് അവിടെ ഒരു 500-600 മീറ്ററുകൾ മാത്രം ദൂരമാണ് റോഡിലേക്കുള്ളത്. ആ റോഡ് ആ വനമേഖല ഒന്നാകെ ചുറ്റിപ്പറ്റിയിട്ടാണ് അദ്ദേഹം നൽകിയിട്ടുള്ള 13 സ്പോട്ടുകൾ. അതിൽ പല സ്പോട്ടുകളും നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന സ്പോട്ടുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സ്പോട്ടുകൾ അടങ്ങിയ മേഖലയിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിൽ മാത്രമാകും ഇന്ന് പരിശോധനയുള്ളത്. ഇത് ഈ പുഴയുടെ തീരത്ത് തന്നെ ആയതുകൊണ്ട് തന്നെയും എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമായതുകൊണ്ടും നേരത്തെ പ്രളയമൊക്കെ വന്ന സ്ഥലമായതുകൊണ്ടുമാണ് ആദ്യ സ്പോട്ടുകളിൽ ഒന്നും ലഭിക്കാതിരുന്നത് എന്ന് രാവിലെ തന്നെ നമ്മളോട് ഈ ആക്ഷൻ കമ്മിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ സംസാരിച്ചിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷകർക്കും അതേ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു പുഴയോട് ചേർന്ന ഭാഗം തന്നെയാണിത്. പക്ഷേ ഇവിടെ അധികം മണ്ണിടിഞ്ഞു പോയിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു ആളുകളൊക്കെയും പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇവിടെ നിന്ന് അധികം മണ്ണൊന്നും പോയിട്ടില്ല, ഇവിടെയൊക്കെ പരിശോധന നടത്തുവാണെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് വ്യക്തമാകും എന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞതിന് ഒരു അടിസ്ഥാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ പറഞ്ഞതിൽ അത് ആര് കൊന്നു, എങ്ങനെ കൊന്നു, ആരുടെ മൃതദേഹം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ഒരു മൃതദേഹം അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്, ആ അസ്ഥികൂടം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കുന്നു എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ആദ്യഘട്ടം മുതൽ പലരും ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നത്? ഒരു ശുചീകരണ തൊഴിലാളി വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എന്ത് അടിസ്ഥാനമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് 100% ഉറപ്പുണ്ട്. നമ്മളോട് സംസാരിക്കുന്ന മലയാളികൾ അടക്കമുള്ള ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. അവർക്ക് 100% ഉറപ്പുണ്ട് ഇതിനകത്ത് മൃതദേഹം അല്ലെങ്കിൽ ഇതിനകത്ത് മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട്. ആ മരിച്ചവരെ പലരും കൊന്നതാണ്, കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് മടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു അസ്ഥികൂടമെങ്കിലും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരുടേതെന്ന് കണ്ടെത്തണമെന്നൊരു മറുവാദം ഉന്നയിക്കാൻ ഈ ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തിന്, അദ്ദേഹത്തിന്റെ വാദത്തിന്, അദ്ദേഹത്തിന്റെ മൊഴിക്ക് ഒരു ശക്തി നൽകാൻ, ഊർജം പകരാനൊക്കെ കഴിയുന്ന കണ്ടെത്തലാണ് നിലവിൽ ധർമ്മസ്ഥലയിൽ നിന്നും ഉണ്ടാകുന്നത്. ആദ്യ 2 ദിവസത്തെ തെരച്ചിലിന് ശേഷം 3-ാം ദിവസം ഉച്ചയായപ്പോൾ മണ്ണിനടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഒരു അസ്ഥിയാണ്. ആ അസ്ഥി സ്പന്ദിക്കുന്നുണ്ട്. അങ്ങനെയാണ് നിലവിൽ ഇവിടുത്തെ കാര്യങ്ങൾ. അത് കൂടുതൽ ഈ പരിശോധന കൂടുതൽ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒളിച്ചു നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അസ്ഥികളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഈ ഏരിയ മുഴുവൻ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരു പച്ച തുണി ഉപയോഗിച്ച് ഈ ഏരിയ മുഴുവൻ ഇപ്പോൾ കവർ ചെയ്ത് മത്സരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ 6 സ്പോട്ടുകൾ കഴിഞ്ഞു, തീർന്നിട്ടില്ല. ഇനിയുമുണ്ട് ഇവിടെ തന്നെ 7 സ്പോട്ടുകൾ. പിന്നീട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള, അങ്ങനെ 2 വ്യക്തികളുടെ പറമ്പിലുള്ള 2 സ്പോട്ടുകൾ കൂടി ഇനിയുമുണ്ട്. അങ്ങനെ ധർമ്മസ്ഥലയിലെ ഈ മണിക്കൂർ ഏറ്റവും നിർണായകമായിരുന്നു. അതുപോലെ തന്നെ നിർണായകമാണ് വരും ദിവസങ്ങളും. കാരണം അദ്ദേഹം പറഞ്ഞത് 1, 9, 100 അല്ല, മറിച്ച് അതിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്. ആ മൊഴി അത് സാധൂകരിക്കണമെങ്കിൽ ഇനിയും മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കണം. ആ അസ്ഥികൂടങ്ങളുടെ പരിശോധന നേരത്തെ ഉന്മേഷ് ചോദിച്ചിരുന്നു. അത് നിലവിൽ കർണാടകയിൽ നിന്ന് ആകെ കാണാതായവരുടെ ഒരു ലിസ്റ്റ് എടുക്കാനായി SIT സംഘം ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷെ വലിയൊരു കണക്കായിരിക്കും. ആ കണക്ക് പരിശോധിച്ച് പിന്നീട് ഇവിടെ എത്താൻ സാധ്യതയുള്ളവരുടെ കണക്കെടുക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ളവരുടെ കണക്ക് പ്രത്യേകമായി എടുക്കുന്നുണ്ട്. അങ്ങനെ ആ കണക്കുകളെല്ലാം എടുത്തതിന് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഇത് എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ അസ്ഥികൂടം കണ്ടെടുക്കുക എന്നുള്ളത് സങ്കീർണമാണെങ്കിൽ ഇത് ആരുടെ നിന്ന് കണ്ടെത്തുക അതിസങ്കീർണമാണ്. ആരാണ് ഇതിനെ കൊലപ്പെടുത്തിയത്? തുടരുക. ഏതായാലും ഇപ്പോൾ അതിന്റെ ആദ്യ പടി അതിലേക്ക് എത്തുകയാണ്. അന്വേഷണ സംഘം ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. അത് പുരുഷന്റേതെന്നുള്ള തരത്തിൽ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ പരിശോധനയിൽ കൃത്യത വരേണ്ടതുണ്ട്. മുഹമ്മദ് റയീസിലേക്ക് തന്നെ എത്താം.
വാർത്തയിലേക്ക് തന്നെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.